നമ്മുടെ പൂരം കലക്കൽ റിപ്പോർട്ട് എന്ന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അത് കുറച്ച് വൈകുമായിരിക്കും. കാര്യം പുതിയ അന്വേഷണത്തിനൊക്കെ ഇനി ഉത്തരവിട്ട് വരണം. അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം മുഖ്യമന്ത്രിക്ക് കൈമാറും. 1 മാസമാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി അനുവദിച്ച സമയം. അതേസമയം തൃശൂർ പൂരം വിവാദത്തിന്റെ തുടരന്വേഷണത്തിൽ തീരുമാനം ഉടനുണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ നിന്നെത്തിയാൽ ഉടൻ തുടരന്വേഷണത്തിന് ഉത്തരവിടും. ADGPയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. CPI നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ADGP സ്ഥാനത്ത് തുടരാൻ ഈ MR അജിത് കുമാർ യോഗ്യനല്ല എന്നുകൂടിയാണ് ഇന്നലെ പ്രകാശ് ബാബു പ്രസംഗത്തിൽ പറഞ്ഞത്. ബിനോയ് വിശ്വവും നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബിനോയ് വിശ്വം ഉറപ്പിച്ചു പറയുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP തെറിക്കുമെന്ന് പറയുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ DGP റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പൂരത്തിന്റെ റിപ്പോർട്ട് DGP തള്ളിയതുപോലെ ഈ അന്വേഷണത്തിലും ഒരുപക്ഷേ ADGPക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP പുറത്താകും. അങ്ങനെയല്ലേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ PV അൻവർ ഉന്നയിച്ച പരാതികളെപ്പറ്റി മുഖ്യമന്ത്രിയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ആ അന്വേഷണ സംഘത്തിൻ്റെ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി ഒക്ടോബർ 1 അവസാനിക്കുകയാണ്. അതായത് ഇനി 2 ദിവസങ്ങൾ മാത്രം റിപ്പോർട്ട് സമർപ്പിക്കാൻ. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് ഉടൻ തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര സെക്രട്ടറി വഴി സമർപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഒക്ടോബർ 4 നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തെ വലിയ വിവാദത്തിലാക്കി നിൽക്കുന്ന ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് സഭയ്ക്കകത്ത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് CPIM-നും ഭരണ നേതൃത്വം അറിയാം. അതുകൊണ്ടാണ് തിടുക്കത്തിലൊരു നടപടി പ്രതീക്ഷിക്കുന്നത്. 2 ദിവസത്തിനകം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് റിപ്പോർട്ട് വന്നാലും ഇല്ലെങ്കിലും മാറ്റിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതും നിയമസഭാ സമ്മേളനം മുന്നിൽ കണ്ടുള്ള ഒരു പ്രതിരോധ നടപടിയാണ്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഭരണപക്ഷത്തിൽ നിന്ന് അടക്കം മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി വരും എന്ന് ഭരണ നേതൃത്വം അറിയാം. കാരണം എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിയിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്കും ആവുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് ഒക്ടോബർ 4 സഭാ സമ്മേളനത്തിന് മുമ്പ് ഒരു തിരുത്തൽ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് CPI ആ റിപ്പോർട്ടിനെ കാത്തിരിക്കുന്നതും. നിയമസഭാ സമ്മേളനത്തിന് മുൻപായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറുമോ എന്നതാണ് ചോദ്യം. 4-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം. ശ്രീജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ 3-ാം തീയതി DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. 4-ാം തീയതി നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു ഉത്തരവിറങ്ങുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP ഔട്ടാവുന്നു. അതോടുകൂടി CPIയുടെ വിമർശനങ്ങൾ അവസാനിക്കും. PV അൻവറിന്റെ ആരോപണങ്ങൾ തുടരുകയും ചെയ്യും.